ഹേ ഡിയേഴ്സ്, വെൽക്കം ടു സായ ഡിസൈൻസ്. എൻ്റെ പേര് സാൻഡ്ര. നമ്മൾ ഇന്ന് പലാസോൻ്റെ ആണ് സൈസ് ചാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ എഴുതിയേക്കുന്ന മെഷർമെൻറ്റ്സ് ഹിപ്പ്, ക്രോച്ച് ലെങ്ത്, തയ്യ്, പിന്നെ ഇലാസ്റ്റിക്. അപ്പോൾ ഇത്രയും മെഷർമെൻറ്റ്സ് നമ്മൾ ചെയ്യുമ്പോൾ പലാസോ ചെയ്യുമ്പോൾ എങ്ങനെയാണ് എടുക്കുന്നതെന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഹിപ്പിലേക്ക് തന്നെയാണ് കിടക്കുന്നത്. നമ്മൾ ആദ്യം ഹിപ്പ് എഴുതുന്നുണ്ട്. അങ്ങനെ ഓരോ കോളത്തിലും ക്രോച്ച് ലെങ്ത്, തയ്യ്, ഇലാസ്റ്റിക് അങ്ങനെ എഴുതി പോവുകയാണ് ചെയ്യുന്നത് ഓരോ സൈസിനനുസരിച്ചിട്ട്. അപ്പോൾ ഹിപ്പ് 32 എടുത്തു. ക്രോച്ച് ലെങ്ത് വരുന്നത് 11, തൈ വരുന്നത് 12. ഇലാസ്റ്റിക് അപ്പോൾ നമ്മൾ 22 എടുത്താൽ മതി. 32 ഹിപ്പ് വരുന്ന ആൾക്ക് ഇലാസ്റ്റിക് എടുക്കുമ്പോൾ 22 ഇഞ്ച് എടുത്താൽ മതി. എല്ലാ ഇഞ്ചിലാണ് കേട്ടോ പറയുന്നത്. അതേപോലെ തന്നെ ഹിപ്പ് 34 വന്നു, അടുത്തത് 11.5, പിന്നെ 12.5, ഇലാസ്റ്റിക് 24 എടുത്താൽ മതി. അങ്ങനെയാണ് വരുന്നത്. അടുത്ത സൈസ് 36. അപ്പോൾ നെക്സ്റ്റ് കോളത്തിൽ നമ്മൾ 12 എഴുതിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് 13, അത് കഴിഞ്ഞിട്ട് 26. അപ്പോൾ ഇതേപോലെ നമ്മൾ ഓരോ സൈസിൻ്റെയും ഫുള്ളായിട്ട് എഴുതി പോവുകയാണ് ചെയ്യുന്നത്. പലാസോൻ്റെ ഇതിന് മുന്നേ ഞാൻ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡൗട്ടുള്ളവരൊന്ന് കണ്ടു നോക്കുക. 38 സൈസ് വരുമ്പോൾ ക്രോച്ച് ലെങ്ത് വരുന്നത് 12, തൈ വരുന്നത് 14. ഇലാസ്റ്റിക് ഒരു 27 എടുത്താൽ മതിയായിരിക്കും. നമ്മൾ ഇലാസ്റ്റിക് എടുക്കുന്നതാണ് എപ്പോഴും എല്ലാവർക്കും ഡൗട്ട് വരുന്നത്. അപ്പോൾ ഇലാസ്റ്റിക് ഇപ്പോൾ എടുക്കേണ്ട മെഷർമെൻറ്റ് നമ്മൾ ഓരോ സൈസ് അനുസരിച്ചിട്ട് ഫുള്ള് കൊടുക്കുന്നുണ്ട്. 50 സൈസ് വരെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇലാസ്റ്റിക് എങ്ങനെയാണ് എടുക്കേണ്ടത്, എത്ര എടുക്കണം എന്നൊരു ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് തന്നെ നമുക്ക് ഏത് സൈസ് ആണെങ്കിലും ഇലാസ്റ്റിക് കട്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മളതിന് മെഷർമെൻറ്റ് ഇല്ലെങ്കിൽ, ആളുടെ മെഷർമെൻറ്റ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ തന്നെ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തത് നമ്മൾ 42 എഴുതിയിട്ടുള്ളത്. ക്രോച്ച് ലെങ്ത് 12.5, ടൈ 15 വരുന്നത്. പിന്നെ ഇലാസ്റ്റിക് 30 വരുന്നത്. അപ്പോൾ ഇതേപോലത്തെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് ഏത് ഡ്രസ്സിൻ്റെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ സൈസ് ചാർട്ട് ഫുള്ളായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സൈസ് ചാർട്ട് തന്നെ അത്യാവശ്യം ഇപ്പോൾ ഇട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിലും ബിഗിനേഴ്സിനൊക്കെ അളവെടുക്കാനും പുറത്തുള്ള ഓർഡറൊക്കെ കിട്ടുന്നവരാണെങ്കിൽ തന്നെ ആളുടെ ഒരു സൈസ് അധികം കിട്ടിയിട്ടൊന്നുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു സൈസ് ചാർട്ട് വെച്ചിട്ട് മിക്കവർക്കും തന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മളിപ്പോൾ സൈസ് ചാർട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഒരു ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽ എത്രയാണ് വേണ്ടത് എന്നുള്ള ഡൗട്ട്സൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചും ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മെറ്റീരിയൽ എത്ര, ഇപ്പോൾ സ്കേർട്ടിനൊക്കെ മെറ്റീരിയൽ എത്ര എടുക്കണം, അത് ഇക്വേഷൻ അനുസരിച്ച് നോട്ട് വെച്ചിട്ടൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തയ്യൽ കുറച്ചും കൂടെ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലത്തെ മെത്തേഡ്സൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പലാസോയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അധികം അളവുകളൊന്നും ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ പാൻറ്റൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും ബോട്ടം വെയറിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് പലാസോയൊക്കെ. അപ്പോൾ നമ്മൾ 50 വരെയുള്ള സൈസ് ചാർട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. പിന്നെ പലാസോൻ്റെ വേറെയും വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡൗട്ടുള്ളവരൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, സായ ഡിസൈൻസ് എന്ന് തന്നെയാണ്. അതും കൂടെ ഫോളോ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ചാ.